കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിനെ നമുക്ക് വേണമെങ്കിൽ സ്വർണ്ണ ബഡ്ജറ്റ് എന്ന് വിളിക്കാം. കാരണം 3000 കോടി രൂപ ടാക്സ് കിട്ടേണ്ടുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ മേഖല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊക്കെ പല പഠനങ്ങളിൽ വന്നിട്ടുള്ളതാണ്, ഇതൊന്നും പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. 1,01,2 ലക്ഷം കോടി രൂപയുടെ 1,4 കോടി രൂപയുടെ 1,4 ലക്ഷം കോടി രൂപയുടെ 1,4 കോടിയല്ല 1,4 ലക്ഷം കോടി രൂപയുടെ 1.25 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ മേഖല. ധാരാളമായ ആളുകൾ ഇപ്പോൾ അക്ഷയ തൃതീയൊക്കെ വരുമ്പോൾ ധാരാളം സ്വർണം മേടിക്കും. സ്വർണം ഒരു നിക്ഷേപ ഘടകം കൂടിയാണ്. നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു നിക്ഷേപ ഘടകമാണ്. സ്വർണം വാങ്ങുക, ലോക്കറിൽ വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ സ്ത്രീധനമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിനൊക്കെ സ്വർണ്ണമൊക്കെ ധാരാളം ഉപയോഗിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്, ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട് സ്വർണത്തിൻ്റെ ഉപയോഗം കല്യാണത്തിന്. എന്നാൽ പോലും സ്വർണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ സ്വർണത്തിൽ നിന്ന് ഉള്ള നികുതി, ഗോൾഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരു 3000 കോടി രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 600 കോടിയെ ഇപ്പോൾ പിരിച്ചെടുക്കുന്നുള്ളൂ. 2400 കോടിയും ഇപ്പോൾ പിരിക്കുന്നില്ല, പല കാരണങ്ങളാൽ. അത് ആ ഗോൾഡ് മർച്ചൻസിൻ്റെ അസോസിയേഷൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വ്യാപാരികളുടെ പ്രശ്നം കൊണ്ടോ ഒന്നുമില്ല, നടക്കുന്നില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് പിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നന്നായി ഉണ്ടാകും. കിഫ്ബിയിലേക്കുള്ള തുക സെപ്പറേറ്റാണ് ഇപ്പോൾ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. അതൊരു രാജാക്കന്മാർ, കുറേ ഡോക്ടർ കെ എം എബ്രഹാമും പിന്നെ കുറച്ച് രാജാക്കന്മാരും കൂടെ വാഴുകയായിരുന്നു. പക്ഷെ അത് മാറ്റി ആ തുക ഖജനാവിലേക്ക് തന്നെ, എക്സ്ചക്കറായിട്ടുള്ള ഖജനാവിലേക്ക് തന്നെ വരണം എന്നൊരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വരുമാനം ഖജനാവിലേക്ക് വരും. പെട്രോൾ സെസ്സൊക്കെയാണത്, ഡീസലിൻ്റെ പെട്രോളിൻ്റെ സെസ്സൊക്കെയാണ്. ആ പൈസ എന്തായാലും കൃത്യമായി ഖജനാവിലേക്ക് വരും. പിന്നെ ടാക്സ് പിരിവുകൾ കൃത്യമായി GST പിരിവിൽ വന്നിട്ടുള്ള ഒരുപാട് അപാകതയുണ്ട്. ഈ അപാകതകളും പരിഹരിക്കപ്പെടും. അപ്പം ഇങ്ങനെ പല അപാകതകൾ പരിഹരിച്ച് കൊണ്ടുവരുന്ന പൈസ എടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് കൃത്യമായ ഒരു കൺസെപ്റ്റ്. ഇതിന് സമാനമായ മറ്റൊരു കൺസെപ്റ്റ് അരവിന്ദ് കെജ്രിവാൾ അവിടെ നടപ്പിലാക്കിയിരുന്നു. അരവിന്ദ് കെജ്രിവാൾ റോഡ് പണിയിൽ വലിയ ഒരു റോഡിൻ്റെയോ പാലത്തിൻ്റെയോ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു 60 കോടി രൂപയായിട്ട് ലാഭിക്കുകയുണ്ടായി. ആ പണം അദ്ദേഹം എടുത്ത് സ്കൂൾ കുട്ടികൾക്ക് അവിടെ പരിപാടി കൊടുത്തു. തമിഴ്നാട്ടിൽ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം വളരെ സുഭിക്ഷമായ ഭക്ഷണമാണ് കൊടുക്കുന്നത്. അത് ഒഴിവാക്കി പയറും കഞ്ഞി ആക്കിയിട്ട് ആ പൈസ എടുത്ത് സ്കൂൾ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നു. സ്കൂൾ കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെ ലാഭം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ വിസ്മയ ബഡ്ജറ്റ് വരും എന്ന് പറയുന്നതിനകത്ത് ഇത്തരം ചില കാര്യങ്ങൾ, അതായത് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നുള്ള ടാക്സ്, നിയമവിരുദ്ധമായതല്ല, നിയമവിധേയമായിട്ടുള്ള ടാക്സ് കൃത്യസമയത്ത് പിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. കിഫ്ബിയുടെ പൈസ കൃത്യമായി ഖജനാവിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. GST ടാക്സ് വളരെ കൃത്യമായി പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. വാട്ടർ അതോറിറ്റിക്ക് 500 കോടി രൂപ ജനങ്ങൾ അടയ്ക്കാനുണ്ട്, അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഇലക്ട്രിസിറ്റി ബോർഡിന് ജനങ്ങൾ പൈസ അടയ്ക്കാനുണ്ട്, അത് പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ വളരെ കൃത്യമായി സർക്കാരിൽ അടയ്ക്കേണ്ടുന്ന തുക സമ്പന്നരും താല്പര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരുമാണ് അടയ്ക്കാനുള്ളത്. ആ തുകയെല്ലാം പിടിച്ചു വാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ അടപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഒരുപാട് പണം ഖജനാവിൽ കൊണ്ടുവന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളമായി നടത്തും. DA കൊടുക്കുന്ന പരിപാടികൾ ഉണ്ടാവും. ശമ്പള പരിഷ്കരണം നടത്തണം. ഇനിയിപ്പോൾ അത് വലിയൊരു ബാധ്യതയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ക്ഷേമ പ്രവർത്തനം 3000 രൂപയാക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ. അംഗനവാടികളെ സ്വാഭാവികമായിട്ട് അംഗനവാടികൾക്ക് പൈസ കൂട്ടണം എന്നുള്ള ഡിമാൻഡുണ്ട്. ആശാ വർക്കേഴ്സിന് പണം കൂട്ടണമെന്നുള്ള ഡിമാൻഡ്. എല്ലാവരും ഇങ്ങനെ ബഡ്ജറ്റും കാത്തിരിക്കുകയാണ്, ഇപ്പോൾ കൂട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് എങ്ങനെയാണ് ആളുകളെ ആശപ്പെടുത്തുന്നത്, നിരാശപ്പെടുത്താതിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കാൻ സാധ്യതയുള്ളത്. തീർച്ചയായും ബഡ്ജറ്റിൻ്റെ ഒരു കൗതുകം, ഒരു വിസ്മയം പുറത്തു വരും. ഗവേണിംഗ് വിത്ത് എമ്പതി, അതായത് ഒരു സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപമാണ്, എമ്പതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നമ്മുടെ അനുകമ്പ ഉണ്ടാകണമെന്നാണല്ലോ ഗുരുദേവൻ തന്നെ പറയുന്നത്. അപ്പോൾ ഗുരുദേവൻ്റെ ഭരണമാണ് എന്ന് വർക്കല ശിവഗിരി പോയി പറയുകയും ചെയ്തു. അപ്പോൾ ഗുരുദേവൻ്റെ അനുകമ്പാ ദശകമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മുഖമുദ്ര. അപ്പോൾ അനുകമ്പാ ദശകത്തിൽ പറയുന്ന പോലെ ഒരു ഉറുമ്പിന് പോലും പീഡയേൽക്കാത്ത ഒരു ഭരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആനന്ദവും സന്തോഷവും കിട്ടുന്ന പുതിയ കാര്യങ്ങൾ. ആളുകൾ വേദനയിലും ദുഃഖത്തിലും കടിച്ചമർത്തലിലും പാർട്ടി നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും വർഗം നോക്കിയും ഒക്കെ മാറ്റി നിർത്താതെ കഴിവുള്ള ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടും നല്ല മിടുക്കന്മാരെയൊക്കെ സിസ്റ്റത്തിൽ കൊണ്ടുവരികയും
ഇവിടെ ജനിച്ചു പോയതൊരു അബദ്ധമായി പോയെന്ന് ചിന്തിക്കാതെ ഇവിടെ ജനിച്ചത് മഹാഭാഗ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു എമ്പതി, ഒരു അനുകമ്പ ഇദ്ദേഹം കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഗുരുദേവൻ്റെ അനുകമ്പാ ദശകവും നമുക്കിവിടെ സാന്ദർഭികമായി ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഗുരുദേവൻ്റെ അനുകമ്പ പറയുന്ന അനുകമ്പ അനുസരിച്ച് തന്നെ വി.ഡി. സതീശൻ്റെ അനുകമ്പ എമ്പതി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുദേവൻ്റെ സ്വപ്നം കണ്ട ഒരു കേരളമാണ് എൻ്റെയും ലക്ഷ്യമെന്നും അദ്ദേഹം ശിവഗിരി പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുഗുണമായി ബഡ്ജറ്റിൽ നല്ല നല്ല നിർദ്ദേശങ്ങൾ വരും. നല്ല സമ്പത്തും വരുമാനവും ഗവൺമെൻറ്റിന് കിട്ടുന്ന രീതിയിലും, അങ്ങനെ കിട്ടുന്ന സമ്പത്ത് വരുമാനവും കൊള്ളയടിച്ച് സ്വജനപക്ഷപാതം നടത്തി ഉള്ള രാജ്യങ്ങളെല്ലാം കറങ്ങി നടക്കാനല്ലാതെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചിലവഴിക്കും എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മനോഹരമായ ഒരു ഭരണം നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. യദുവിനെ തിരിച്ചെടുത്തു, നിതിനെ തിരിച്ചെടുത്തു, അതുപോലെ പ്രശാന്തിൻ്റെ അശോകിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. വളരെ വലിയ കഴിഞ്ഞ ഗവൺമെൻറ് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിലാണ് പോകുന്നത്. അതിനിയും മുന്നേറട്ടെ, പുതിയ രൂപത്തിൽ ഭാവത്തിലും മാറട്ടെ.